ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതിന് മുന്നേയുള്ള വീഡിയോകളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിപ്പോൾ ചുറ്റുമുള്ളത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു പുതിയ ഫെസിലിറ്റിയിലാണ്. ഞാൻ ഇതിന് മുന്നേ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മഴമറയുടെ വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം മുന്നേ ഫിനിഷായി. അതിനുശേഷം നമ്മൾ ഗ്രോ ബാഗിൽ ഇവിടെ പയറും ഈ സൈഡിൽ സാലഡ് കുക്കുംബേഴ്സും പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്തത് നമ്മൾ ഈ വളരെ നട്ടിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ പെസ്റ്റിസൈഡ് എന്നല്ല, ഈ ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റായിട്ട് ഇതിനകത്ത് ചെറിയ കായീച്ചകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ കായീച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, നമ്മുടെ വെള്ളരി, മത്തൻ, പടവലം, പാവലം ഇങ്ങനെയുള്ള പച്ചക്കറികളിലൊക്കെ കുഞ്ഞ് സ്റ്റേജായിരിക്കും വന്ന് കുത്തി നീരൂറ്റി കുടിച്ചതിന് ശേഷം ഇതിനകത്തൊക്കെ മുട്ടയൊക്കെ ഇട്ടിട്ട് പോകും. അത് അതിനകത്തിരുന്ന് പുഴുവൊക്കെ ആയിട്ട് നമ്മുടെ പാവലൊക്കെ കേടായി പോകുന്നത്, അത് പുഴു അരിച്ച് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ഈ കായീച്ചയെ പ്രിവെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെള്ളരി നട്ടതിന് ശേഷം ചെറുതായിട്ട് 1-2 കായീച്ച സ്പോട്ട് ചെയ്തു. ഉടനെ തന്നെ കായീച്ചകളെ പ്രതിവിധി ചെയ്തില്ലെങ്കിൽ ഇവരൊക്കെ നമുക്ക് നല്ല പണി തരും. അപ്പോൾ ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ കായീച്ചയെ കെണിയിൽ പെടുത്തി തട്ടിക്കളയാനുള്ള പരിപാടിയാണ്. അതിന് 2 മാർഗ്ഗങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ റൂഫ് ടോപ്പിൽ ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ് പിന്നെ ഇതുപോലുള്ള കുറേ ഓർഗാനിക് ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെ ചേർത്തിട്ടുള്ള കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഞാനിതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കൺ ഓണാക്കി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 രീതിയിലുള്ള കായ്ച്ച കെണിയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തേത് അത്യാവശ്യം എളുപ്പമുള്ളതാണ്, നമുക്ക് ഡയറക്റ്റായിട്ട് വാങ്ങിച്ചു കൊണ്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കെണിയാണ്. നമുക്കിതുപോലെ കായ്ച്ച കെണികൾ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ സാധാരണ നഴ്സറി അല്ലെങ്കിൽ വളം സ്റ്റോറുകളിലൊക്കെ കിട്ടും. ഇതിന് ഏകദേശം 90 രൂപയാണ് ഇതിൻ്റെ വില. 90 ഡേയ്സാണ് ഇതിൻ്റെ പെർഫോമൻസ് പറഞ്ഞേക്കുന്നത്. 90 ഡേയ്സ് വരെ ഇതിൽ നിന്ന് ഒരു ടൈപ്പ് ഫെറമോൺ പ്രൊഡ്യൂസല്ല, ഇതിനകത്ത് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഫെറമോണിൻ്റെ മണം കണ്ടിട്ടാണ് ഈ ആൺ കായ്ച്ചകളൊക്കെ വന്ന് ഇതിനകത്ത് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിനകത്തുള്ള കേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നുള്ള മണം ഇവിടെ മുഴുവൻ സ്പ്രെഡ് ആവുകയും ഈ ഏരിയയിലുള്ള കായ്ച്ചകളെല്ലാം ഇതിൽ അട്രാക്റ്റ് ചെയ്ത് ഇതിനടുത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതിനകത്തിട്ട് വന്നിട്ട് കാര്യമില്ല, ഈ വരുന്ന കായ്ച്ചകളെ നമുക്ക് ഇതിനെ ട്രാപ്പ് ചെയ്യണം. ട്രാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു ചെറിയൊരു ബോട്ടിൽ വേണം. ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മതി. ഇത് തന്നെ വേണമെന്നില്ല, സാധാരണ നമ്മുടെ ചെറിയ കുക്കീസൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിലുണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ മിനറൽ വാട്ടറൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയായാലും മതി. ഈ ഒരു കേക്ക് അതിനകത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന സൈസിനുള്ള വായുള്ള ടൈപ്പ് ബോട്ടിൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു സ്വീറ്റ്സ് വാങ്ങിച്ചൊരു പ്ലാസ്റ്റിക് പാത്രമാണ്. ഇതിനകത്താണ് നമ്മൾ ഈ കായ്ച്ച ട്രാപ്പ് ചെയ്യുന്നത്. ഇത് വെച്ച് കായ്ച്ച അട്രാക്റ്റ് ചെയ്യും. ഇതൊക്കെ റെഡിമെയ്ഡായിട്ട് പ്ലാസ്റ്റിക് കുപ്പിയോടുകൂടി തന്നെ കിട്ടും. ഏകദേശം 200 രൂപ റേഞ്ചിന് ഉള്ളിൽ റെഡിമെയ്ഡായിട്ട് കിട്ടും. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് എവിടെയെങ്കിലും തൂക്കിയിട്ടിരുന്നാൽ മതി. ഈ കായ്ച്ചകളെല്ലാം അതിൻ്റെ മണത്തിൽ അട്രാക്റ്റായി അതിനകത്ത് വന്ന് ട്രാപ്പ് ആയിക്കോളും. അപ്പോൾ നമ്മളിന്ന് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാനായിട്ട് ഈ കേക്ക് മാത്രം വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഉപേക്ഷിച്ച് കളഞ്ഞൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്ത് ഇതിനകത്താണ് ട്രാപ്പ് ഉണ്ടാക്കാൻ വന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിനകത്ത് വെജിറ്റബിൾ ഫ്ലൈ ലൂർ എന്നാണ് ഇട്ടേക്കുന്നത്. ഇത് പച്ചക്കറിയിൽ വരുന്ന കായ്ച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മാവിനെ ആക്രമിക്കുന്ന കായ്ച്ചയ്ക്ക് വേറെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ ഇതാണ് തന്നത്. ഇതിനകത്ത് വെജിറ്റബിൾ ഫ്ലൈ ലൂർ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഇതിൻ്റെ പുറകിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്ലൈവുഡിലാണ് ആ ഒരു ഫെറമോൺ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് എഴുതിക്കുന്നത്. 90 ദിവസമാണ് ഇതിൻ്റെ ആയുസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 90 ദിവസം ഇതിനകത്തുള്ള ഫെറമോൺ സ്പ്രെഡ് ആവുകയും കായ്ച്ച അട്രാക്റ്റ് ചെയ്യും. നമ്മുടെ ട്രാപ്പിനകത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ ഇവയെ തട്ടിക്കളയുള്ള ഒരു മാർഗ്ഗം മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ട്രാപ്പിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന കായ്ച്ചകൾക്ക് ഇതിനകത്തേക്ക് കയറാനൊരു ഹോൾ വേണം. 1-2 ഹോൾ ഇതിന് മുകളിൽ ചുറ്റുമിട്ട് വയ്ക്കണം. അതിനുശേഷം വരുന്ന കായ്ച്ചകൾ ഇതിനകത്തുനിന്ന് പുറത്ത് പോകാതെ ഇതിനകത്ത് തന്നെ കിടന്നങ്ങോട്ടും പറഞ്ഞിട്ട് ക്ഷീണിക്കുമ്പോൾ വന്ന് താഴെ വീഴുമ്പോഴേക്കും അതിനെ ട്രാപ്പ് ചെയ്ത് വയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡ്, മിക്കവാറും ഓയിലൊക്കെ മതിയോ വെള്ളമായാലും മതി. അപ്പോൾ അതിലോട്ട് ചെന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ കായ്ച്ചയ്ക്ക് എണീറ്റ് പോകാനും പറ്റത്തില്ല, അവിടെ കിടന്ന് ചത്തുപോകും. അപ്പോൾ ഇതാണ് എൻ്റെ ടെക്നിക്ക്. അപ്പോൾ ജസ്റ്റ് കായ്ച്ചയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് 1-2 ഹോൾ ഇടണം. അതിനകത്ത് നമ്മുടെ ആ ഒരു കേക്ക് വയ്ക്കണം, ലൂറ്, പിന്നെ ഇതിനെ തൂക്കിയിടാനായിട്ടുള്ളൊരു സെറ്റപ്പ്. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് 1-2 ഹോളൊക്കെ ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പപ്പട കുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇരുമ്പ് കമ്പി നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിനകത്ത് അവിടെ കുത്തി കഴിഞ്ഞാൽ ഹോൾ വീഴും. ഒരു കായ്ച്ചയ്ക്ക് കയറാൻ പറ്റുന്ന സൈസിനുള്ള ഹോൾ വേണം. ഏകദേശം ഒരു 5 മില്ലിമീറ്ററിന് എബോവ്, 5 മില്ലിമീറ്റർ തൊട്ട് 8 മില്ലിമീറ്റർ വരെയുള്ള ഹോളുകൾ ഇട്ടാൽ മതി. ഞാനൊരു നൈഫ് ഉപയോഗിച്ചിട്ട് ചെറിയ ഹോൾ ഇടാൻ പോവുകയാണ്. ഇവിടെ ഒരു കുഞ്ഞു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈസിൽ ഒരു 2-3 ഹോളും കൂടെ പല സ്ഥലത്തായിട്ട് ഇടാം. ഏത് വഴി കായ്ച്ച വന്നാലും ഇതിനകത്ത് കയറിപ്പോണ്ടല്ലോ, അതുകൊണ്ടാണ്. നമ്മുടെ പുതിയ ഫെസിലിറ്റി ആയതുകൊണ്ട് ഇവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഉള്ള സൗകര്യത്തിൽ നമ്മളിവിടെ നിന്നൊക്കെയാണ് ചെയ്യുന്നത്. വീട്ടിലാണെങ്കിൽ നമുക്ക് ടേബിളൊക്കെ ഉണ്ടായിരുന്നു, കറക്റ്റിന് ഗാർഡനിലെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാജുവലി നമ്മളിവിടെ അങ്ങനെയുള്ള ടേബിൾ സെറ്റപ്പൊക്കെ കൊണ്ടുവരും. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഉള്ള സൗകര്യത്തിൽ നമുക്ക് കൈയൊന്നും മുറിക്കാണ്ട് 1-2 ഹോളിടാം.
അപ്പോൾ ഇത്രയും ഹോളിട്ടത് കാഴ്ചയ്ക്ക് അകത്തേക്ക് കയറി പോകാനാണ്. ഇനി നമുക്കിതിനെ തൂക്കിയിടാനായിട്ട് മേളിലൊരു കുഞ്ഞു ഹോളിടാം. ഒരു ചെറിയ കയറ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടപ്പിലേക്കൊരു ഹോളിടുന്നത്. അപ്പോൾ ഇതുപോലെ അടപ്പിൽ നമ്മൾ ഹോളിട്ടതിലൂടെ ഒരു ചെറിയ കയറ് അതിനകത്തേക്ക് ഇറക്കിയാണ്. കുറച്ച് നീളത്തിനെടുത്തതിന് ശേഷം നമുക്ക് ഇത് അടപ്പിൽ നിന്ന് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിടാം. അവിടെ 1-2 ലൂപ്പിട്ടതിന് ശേഷം അത്യാവശ്യം നല്ല സൈസിനുള്ളൊരു കെട്ടിട്ടാൽ മതി. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഈ ഹോളിൽ നിന്ന് ഊരി പോകത്തില്ല. പിന്നെ ഇത്രയും നീളത്തിന് കയറ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഒരു പ്ലൈവുഡിലാണ് ഈ ഫെറമോൺ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. തുറന്ന് നോക്കാം. ഒരു ചെറിയൊരു പ്ലൈവുഡ് പീസിലാണ് ആ ഫെറോമോൺ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഈ പ്ലൈവുഡ് നമ്മുടെ കുപ്പിയുടെ ഏകദേശം സെൻറ്ററിൽ വരുന്ന രീതിയിൽ അത്രയും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കെട്ടി വയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ അടപ്പിന് കെട്ടിയ കയറിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതിലാണ് കെട്ടുന്നത്. നല്ല ബലമായിട്ട് തന്നെ കെട്ടി വെക്കണം, ഇളകി താഴെ വീഴാത്ത രീതിയിൽ. ഇത് കണ്ടില്ല, നമ്മൾ ഈ ഒരു രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കുപ്പിയുടെ അടപ്പിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുമ്പോഴേക്കും തൂക്കിയിടുമ്പോഴേക്കും ഏകദേശം ഈ സൈസിൽ നിൽക്കുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് വീഴുന്ന കാഴ്ചയുള്ള ട്രാപ്പ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഇതിനകത്ത് നിറയ്ക്കണം. അപ്പോൾ കുറച്ച് ഒരു 1-2 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഇതിനകത്ത് വെള്ളം നിറച്ചുകൊണ്ട് വരാം. ഇതിനകത്ത് ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ക്യാപ്പ് നന്നായിട്ട് ഇറുക്കി അടയുന്ന രീതിയിൽ നന്നായിട്ട് ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിനെ എവിടെയെങ്കിലും കൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിരുന്നാൽ മതി. കാഴ്ചയുള്ളതിൻ്റെ അടുത്തുകൂടെ എവിടെയെങ്കിലും വരുമ്പോഴേക്കും ഇതിൻ്റെ മണം കണ്ടിട്ട് ഓടി ഇതിനടുത്ത് വരിക, ഹോൾ വഴി അകത്ത് വീണ് അതിനകത്ത് ട്രാപ്പായിട്ട് ഈ വെള്ളത്തിൽ വീണ് ചത്തുപോകും. ഇവിടെ മഴ തുടങ്ങി. ഇനി ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ നമ്മുടെ കൃഷിയിടത്ത് ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ കെട്ടിയിട്ടിരുന്നാൽ മതി. അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്. ഈ ഏരിയയിൽ എവിടെയെങ്കിലും കായ്ച്ചുണ്ടെങ്കിൽ ഇത് അട്രാക്റ്റ് ചെയ്തോളും. അപ്പോൾ ആദ്യത്തെ ടെക്നിക്കിൽ നമ്മളുണ്ടാക്കിയ കെണി ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇതുവരെ കായ്ച്ചൊന്നും വന്നില്ല. അപ്പോൾ നമ്മുടെ ഫാമിനകത്ത് തൽക്കാലം കായ്ച്ചൊന്നും ഇല്ലയെന്ന് വിചാരിക്കാം. എന്നാലും ഇനി വരുന്ന കാഴ്ചകളൊക്കെ വന്ന് ഇതിനകത്ത് വീണ് ചത്തോളും. ഇപ്പം നമ്മുടെ ക്രോപ്പൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ചിലവില്ലാത്ത ഒരു ടെക്നിക്കാണ്. നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടത് കുറച്ച് തുളസിയില. ഈ തുളസിയില നിന്ന് ഞെരടി കഴിഞ്ഞാൽ ഇതിൻ്റെ മണത്തിൻ്റെ കാഴ്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ മണം അടിച്ചിട്ട് കാഴ്ച വരും. ഇതിൽ വരുന്ന നീര് നക്കി കുടിക്കും. അപ്പോൾ നമ്മൾ ഈ കുറച്ച് തുളസിയില എടുത്തിട്ട് ഏകദേശം ഒരു പിടി തുളസിയില എടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ച് തന്നെ ഞെരടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തോ ഇല്ലെങ്കിൽ ഇതുപോലൊരു ചിരട്ടയായാലും മതി, അതിനകത്ത് ഇട്ടിട്ട് വെച്ചിരുന്നാൽ മതി. ഈ കാഴ്ചയുള്ളതിൻ്റെ നീര് കുടിക്കാനായിട്ട് വരും. പക്ഷേ വെറുതെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീരൂറ്റി കുടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ പാട്ടിന് പോകും. അതുകൊണ്ട് ഇത് കുടിച്ച് കഴിഞ്ഞാൽ അവർ തട്ടിപ്പോകണം. അതിന് വേണ്ടിയിട്ട് ഒന്നിൽ നമുക്ക് ഇതിനകത്ത് ചെറിയ പോയിസൺ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള 1-2 പാരസിറ്റാമോൾ ടാബ്ലറ്റ്സ് അതുകൂടെ ചേർത്താൽ മതി. നമുക്ക് ഈ ഒരു അളവ് തുളസിയിലേക്ക് ഒരു ടാബ്ലറ്റ് മതിയാവും. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ചിരട്ടയിലകത്തിട്ടിട്ട് വീട്ടിൽ കെട്ടി തൂക്കാനാണ് പോകുന്നത്. വേറെ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സൊന്നുമില്ല. ജസ്റ്റ് തുളസിയില ഞെരടി ചിരട്ടയിലേക്ക് ഇടുന്നു, അതിലേക്ക് കുറച്ച് പാരസിറ്റാമോൾ പൊടിച്ചിടുന്നു, എവിടെയെങ്കിലും തൂക്കിയിടുന്നു. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ കുറച്ച് തണ്ടുകൾ തുളസിയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തണ്ടൊന്നും വേണ്ട, ഇല മാത്രം എടുത്താൽ മതി. ഇതിൻ്റെ ഇല മാത്രം ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടിയാൽ മതി. എവിടെയും കൊണ്ട് ചരക്കൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടിയാൽ മതി. അതിനകത്തുള്ള ജ്യൂസൊക്കെ ഒന്ന് വെളി ഇറങ്ങി വരണം, അത്രേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ, തുളസിയില ഞെരടി ഈ പരുവാക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് മതി. നമുക്കിതിനെ ചിരട്ടയിലേക്ക് ഇടാം. അപ്പോൾ ഈ തുളസിയിലേക്ക് ഒരു പാരസിറ്റാമോളാണ് പൊടിച്ചിടാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഡോളോ ആയാലും മതി. ഇത് നന്നായിട്ട് പൊടിച്ച് മാത്രം ഇതിൽ ചേർക്കാം. ഇത് പാരസിറ്റാമോൾ നന്നായിട്ട് ഇടിച്ച് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ തരിയൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് കുറച്ച് പൗഡറായിട്ടുള്ള പാരസിറ്റാമോൾ ഇതിനകത്തേക്ക് ഇടുന്നു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതിനെ ഗാർഡനിൽ എവിടെയെങ്കിലും തൂക്കിയിടാം. അപ്പോൾ തൂക്കിയിടാനായിട്ട് എൻ്റെ ഒരു ചെറിയൊരു ചണനൂലുണ്ട്. 3 എണ്ണം എടുത്തിട്ടുണ്ട് ഏകദേശം വരെ നീളത്തിലുള്ള. നമുക്കറിയാമെന്നുള്ള കേസ് തന്നെ. ജസ്റ്റ് ഇവിടെ ഒരു നോട്ട് ഇടുന്നു. ഇതിൻ്റെ മറുവശത്തും ഒരു കെട്ടിടുന്നു. അപ്പോൾ ഈ ചണനൂല് 3 ചണനൂല് കെട്ടിയതിനകത്ത് ഇതുപോലെ ചിരട്ട ഇറക്കി വെച്ച് മാത്രമേ ഉള്ളൂ. നമുക്കിതിനെ ഗാർഡനിൽ എവിടെയെങ്കിലും തൂക്കിയിട്ടാൽ മതി. കാഴ്ചയൊക്കെ വന്ന് ഇതിനകത്തുള്ള നീര് ഊറ്റി കുടിക്കുന്നതിനൊപ്പം ആ പാരസിറ്റമോളും കൂടെ തിന്നങ്ങ് ചത്തോളും. ഓക്കെ, നമുക്കിതിനെ കൊണ്ട് തൂക്കിയിടാം. അപ്പോൾ നമ്മൾ ഈ മഴമറയ്ക്കുള്ളിൽ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്, ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പഠിക്കുന്ന മുറയ്ക്കും മനസ്സിലാക്കുന്ന മുറയ്ക്കും നിങ്ങൾക്ക് വീഡിയോകളായിട്ട് കാണിച്ചു തരാം.
മഴമറ എന്താണെന്നും ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വീഡിയോകൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് എക്സ്പെർട്ടല്ല. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളോട് പറയുന്നത് ഇതിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള ഒരാളായിരിക്കും. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളും കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.